ഹലോ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും കുറച്ച് ടൈംസായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം എനിക്കറിയില്ല, പോയൊക്കെ കഴിഞ്ഞപ്പാടെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒന്ന് വയ്യാണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ നേരിടേണ്ട ഒരു പ്രശ്നമാണ് ഡാർക്ക് സർക്കിൾസ്. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലൈറ്റിങ് കാരണം തോന്നുന്നില്ലെന്ന് തോന്നുന്നു, പക്ഷെ നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ഞാൻ അവിടെ ഫോട്ടോ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ഡാർക്ക് സർക്കിൾസ് മാറണം. അപ്പോൾ അതിന് ഞാൻ എന്താണ് ചെയ്യാൻ പോകണമെന്നാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അതിന് മുൻപ് വീഡിയോസൊക്കെ കുറേ കമൻറ്റ്സ് ഞാൻ കാണുന്നുണ്ട്, ചേച്ചി ആ വീഡിയോ ചെയ്യുമോ, ചേച്ചി ഈ വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് പിന്നെയും വയ്യാണ്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ കുറേയൊക്കെ ലാഗായത് വീഡിയോ ചെയ്യാൻ. ഒരു വീഡിയോയ്ക്കായി ഡെയിലി 3 വീഡിയോസൊക്കെ ഇടുന്നത് ഒരു വീഡിയോയ്ക്കായി. പിന്നെ 2-3 ദിവസമായിട്ട് ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടില്ല. നമുക്ക് ഇനിയും വീണ്ടും ഇതേപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ടൊന്ന് പോകണം. അപ്പോൾ ബാക്ക് ടു നോർമൽ പോലെ നമുക്ക് പഴയ പോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇട്ട് പോകണം കേട്ടോ. അപ്പോൾ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിനുള്ള വീഡിയോസ് എല്ലാം ഞാൻ വേഗം തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡാർക്ക് സർക്കിൾസിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വിചാരിച്ചിട്ട് എങ്ങനെയാണ് ഒരു ചിലവും ഇല്ലാണ്ട് നമുക്ക് ഈ ഡാർക്ക് സർക്കിൾസ് ഒന്ന് കുറയ്ക്കുക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് ഉണ്ണിമായ എന്നാണ്, വീട് തൃശ്ശൂരാണ്, ഞാനൊരു LLB സ്റ്റുഡൻ്റ് ആണ്. നമ്മുടെ ചാനൽ എന്ന് പറയുമ്പോൾ കുട്ടി ബ്യൂട്ടി ടിപ്സും പിന്നെ നമ്മുടെ കുറച്ചെന്താ ഡേ ആൻഡ് മൈ ലൈഫും പിന്നെ എൻ്റെ ലൈഫിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും, നിങ്ങളൊക്കെ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാ വീഡിയോ ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന് കമൻറ്റോടെ ഇടാന്നുണ്ടെങ്കിൽ അതെനിക്കൊരു സന്തോഷമാകും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അതിൽ ആദ്യമായിട്ട് എടുക്കുന്നത് നമ്മുടെ തക്കാളിയാണ് കേട്ടോ. അപ്പോൾ തക്കാളിയുടെ നീര് നമുക്ക് വേണം. ഇത് 2 ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. നീരില്ലാത്ത തക്കാളി ആയിരുന്നു ഇത് നീരില്ല. പിന്നെ 2 തക്കാളി ഹാഫായിട്ടാവും, ഇതിൽ നീരുണ്ട്. ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ചീഞ്ഞിട്ടില്ലല്ലോ, ഇല്ല. വണ്ണം വെച്ച എനിക്കിങ്ങനെ ഇനി ഉറക്കത്തിൽ നിന്ന് പെയിൻറ്റ് അതുകൊണ്ടാണോന്ന് അറിയില്ല, എനിക്ക് ഞാൻ വണ്ണം വെച്ച പോലൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഗീവ് അവേ വിന്നർ ആ കൊച്ചെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീവ് അവേ വിന്നർ ആ കൊച്ചെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ലാഗാവും എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നോ നാളേക്ക് ആയിട്ട് അയക്കണം ആ പ്രൊഡക്റ്റ്. കുട്ടി തിരുവനന്തപുരമാണ്. അപ്പോൾ എന്തായാലും ഒരു 3-4 ഡേയ്സ് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ എല്ലാ വീഡിയോസിനും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൊച്ചാട്ടത്. ഞാൻ കാണാറുണ്ട് കമൻസൊക്കെ. അപ്പോൾ അർഹതപ്പെട്ട ആൾക്കാരെ കിട്ടിയാലും എനിക്ക് സന്തോഷം. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങയാണ്. അപ്പോൾ ചെറുനാരങ്ങയുടെ നീരും കൂടെ നമ്മൾ ജസ്റ്റ് ആക്കാട്ടോ. അപ്പോൾ ഇത് 2 മാത്രം മതി. ജസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യുക. നമുക്കിനി മറ്റേ വയ്ക്കാം. ഇപ്പോൾ മൂട്ടിയൊന്നും വരില്ല. ഓക്കെ, അപ്പം അത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനിത് കണ്ണിനടിയിലായിട്ട് കണ്ണിനടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾ 3 ദിവസം അടുപ്പിച്ച് രാവിലെയും നൈറ്റുമായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായിട്ടും ഡാർക്ക് സർക്കിൾസ് മാറട്ടെ. കാരണം ഇതുപോലെ തന്നെ എനിക്ക് വയ്യാണ്ട് വരുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യണത് തന്നെ കണ്ണിനായിരിക്കും. ഭയങ്കര ഡാർക്ക് സർക്കിൾസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണിത്. 3 ദിവസത്തിലുള്ള നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ടാവാറുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ ഇത് പാരമ്പര്യം കൂടി ആയതുകൊണ്ട് അങ്ങനെ മാറാറില്ല. പക്ഷെ അല്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ മാറും കേട്ടോ. എനിക്ക് എന്തുണ്ടെങ്കിലും കണ്ണിലേക്കാണ് അത് റിയാക്ട് ചെയ്യുക. ക്ഷീണം വന്നാൽ, ഫുഡ് കഴിച്ചില്ലെങ്കിൽ, വെള്ളം കുടിച്ചില്ലെങ്കിൽ, പനി വന്നാൽ, അങ്ങനെ എന്ത് വന്നാലും അത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കാരണം അത് വരുമ്പോൾ തന്നെ ആ ഒരു നമ്മുടെ ഫേസ് ഭയങ്കര ഡള്ളായ പോലെ എനിക്ക് തോന്നാറുണ്ട്.
പക്ഷെ പനി വന്നുകൊണ്ട് കുറച്ചുകൂടെ നല്ല സ്കിന്ന് നന്നായി പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ. കണ്ണിൻ്റെ ഇടയിൽ കൊണ്ട് പിന്നെ അപ്പം മൂക്കും മിക്കയിരിക്കും. കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ, മേലെ അപ്ലൈ ചെയ്തോ. അപ്പം എന്നിട്ട് നമ്മൾ ജസ്റ്റ് വെറുതെ മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിനിടയിൽ, ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേണമെങ്കിൽ കുക്കമ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ, അതും നല്ലതാണ്. ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടേ ജസ്റ്റ് ഞാൻ സോഫ്റ്റായിട്ടൊന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുഖത്തൊക്കെ. പിന്നെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതൊരു 5 to 10 മിനിറ്റ് വെക്കുക, എന്നിട്ട് ജസ്റ്റ് വാഷ് ചെയ്ത് കളയാം കേട്ടോ. എത്രയുള്ള ചെറിയൊരു ടിപ്പാണ്, പക്ഷെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഡാർക്ക് സർക്കിൾസ് ഉള്ള ആൾക്കാരൊന്നും ഇപ്പോൾ നിങ്ങളുടെ മറ്റേ ഐ ക്രീമൊന്നും മേടിക്കാൻ പൈസ ഇല്ല, അതുപോലെ പെട്ടെന്ന് തന്നെ ഇത് മാറി റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് യൂസ് ചെയ്താൽ മതി, നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ കാപ്പിപ്പൊടിയില്ലേ, കാപ്പിപ്പൊടിയിൽ അലോവേറ മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് കുക്കമ്പർ അങ്ങനെ മുക്കിയിട്ട് ജസ്റ്റ് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുക്കണതും നല്ലതാണ് ഡാർക്ക് സർക്കിൾസിന്. അതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കിതാണ് കുറച്ചുകൂടി യൂസ്ഫുള്ളായിട്ട് തോന്നിയത്, ഇൻസ്റ്റൻ്റായിട്ട്. ഇതിൽ ലെമൺ ഒട്ടുമിക്ക എൻ്റെ ഫേസ് പാക്കിൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. കാരണം ലെമൺ എന്ന് പറയുമ്പോൾ ഒരു ആൻറ്റി ഏജൻറ്റ് പ്രോപ്പർട്ടിയാണ് ലെമൺ. അത് നമുക്ക് വൈറ്റനിങ് എഫക്റ്റ് തരാനും. ഇതിൻ്റെ തക്കാളിയുടെ കുരു എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ പോയി തോന്നുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോൾ വൈറ്റനിങ് കിട്ടാനായിട്ടും പിന്നെ നമ്മളിങ്ങനെ ഡാർക്ക് പാടുകളൊക്കെ കഴുത്തിന് ഇവിടെ കറുപ്പ് കളർ വരുമ്പോഴും മുട്ടിൻ്റെ ഇവിടെ കറുപ്പ് കളർ വരുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. കാരണം നല്ല രീതിയിൽ കറുപ്പൊന്നും മാറ്റിയിട്ട് ഡാർക്ക് മാർക്സ് ഒക്കെ മാറ്റിയിട്ട് വൈറ്റനിങ് എഫക്റ്റ് തരാനായിട്ട് ഈ ലെമൺ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് സംഭവമാണ്. അത് ഏത് ഫേസ് പാക്കിനും നിങ്ങൾക്ക് ഇറിറ്റേഷനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇനിയിപ്പോൾ ഒരു ചോദ്യങ്ങൾ വരും, ചേച്ചി ഇതെല്ലാം സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. എൻ്റെ അറിവിൽ മിക്ക സ്കിൻ ടൈപ്പിനും ഇത് കാരണം കണ്ണിൻ്റെ അടിയിലല്ല നമ്മൾ യൂസ് ചെയ്യണത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അറിവിൽ. ഞാൻ അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്കും കുഴപ്പമൊന്നും ഉണ്ടായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ തക്കാളി ഇതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്ന സംഭവമാണ് ഈ തക്കാളി കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണെന്ന് പറയുമ്പോൾ ഭയങ്കര ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ തണവുണ്ടാവും. അപ്പോൾ ആ തണവ് ഉണ്ടാവുന്നതുകൊണ്ട് നമ്മുടെ കണ്ണിന് ഭയങ്കര ഒരു റിലാക്സേഷൻ കിട്ടും കേട്ടോ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന സംഭവം തന്നെയാണ് തക്കാളി എന്ന് പറയുന്നത്. അവിടുത്തെ ഡാർക്ക് സർക്കിൾസ് ആണെങ്കിലും ഇതുപോലെ തന്നെ എവിടെ ഡാർക്ക് മാർക്സ് ഉണ്ടെങ്കിലും തക്കാളി നീര് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. സ്കിൻ വൈറ്റനിങ്ങിന് ആയിക്കോട്ടെ അതിനൊക്കെ തക്കാളി നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമുക്കിതൊരു ജസ്റ്റ് ഒന്ന് 10 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്, അതിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്ക് എങ്ങനെയുണ്ട് മാറ്റുന്നത് മനസ്സിലാവട്ടെ. അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ഐ പാക്ക് തന്നെയാണിത്. നിങ്ങളപ്പോൾ എന്തായാലും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കി നോക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കി നോക്ക്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും യൂസ്ഫുൾ ടിപ്സ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുമാത്രമല്ല ഇനിയിപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്ത് ഓളും കൂടെ എനാബിൾ ചെയ്തിടാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നാൻ നിങ്ങളെ ഫ്രണ്ട്സിനോട് ജസ്റ്റ് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.